ഹായ് ഹലോ വെൽക്കം ടു നമ്മുടെ ചാനൽ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ മരിച്ചിട്ട് ഒരു വ്യക്തി ഇട്ട പോസ്റ്ററിനെ കുറിച്ച് പറയണമെന്ന് നമുക്ക് കേൾക്കാം. എല്ലാ മതങ്ങളും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നത് മാതാപിതാക്കളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനുമാണ്. മരണപ്പെട്ട് കിടക്കുന്ന ഒരു മാതാവിനെ നോക്കി ഈ രൂപത്തിൽ ഒരു നിരീശ്വരവാദിക്ക് പറയാൻ പറ്റിയെങ്കിൽ അവർ ഇവിടെ വളർന്നു വന്നാൽ ഈ ലോകത്തുണ്ടാവുന്ന ഏറ്റവും വലിയ ദുരന്തം മനസ്സിലാക്കാൻ ഇതിനേക്കാളും മറ്റൊരു തെളിവിന് വേണ്ട. ആരിഫ് ഹുസൈൻ, നിങ്ങൾ എത്ര മോശമായി ആ ഉമ്മാന്റെ മരണത്തെ ചിത്രീകരിച്ചാലും, ആ ഉമ്മാക്ക് വേണ്ടി ഇനി ഇസ്ലാം പറഞ്ഞതുപോലെ ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും, ഒരു ദിക്ർ പോലും നിങ്ങൾ ചൊല്ലിയിട്ടില്ലെങ്കിലും, അവന്മാരുടെ ആഖിറത്തിന് വേണ്ടി ഭാരതത്തിൽ ലോകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും, എല്ലാത്തിലും വലുതായി പരിശുദ്ധമായ ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഉമ്മക്ക് വേണ്ടി ഞാനടക്കമുള്ള എന്നെ കേൾക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ ദിക്റും ദുആയും ചൊല്ലാൻ പോവാ. നിങ്ങൾ എന്റെ കൂടെ നിൽക്കില്ലേ? പരമാവധി എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കണം. കാണുന്നവരെല്ലാം ഒരു 3 ദിക്ർ ഇന്ന് നമ്മൾ ചൊല്ലിയാൽ ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ദിക്ർ അവന്മാരുടെ ഖബറിലേക്ക് എത്തിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഞാൻ ചൊല്ലാൻ പോവാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട പൊന്നുമാന് ഈ സ്വർഗം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ ദിക്റുകൾ ആ പ്രിയപ്പെട്ട ഉമ്മാന് ഭാരത ലോകം വിജയിക്കാൻ ഈ കാരണമാക്കണേ റഹ്മാനെ. താങ്കൾ ആ പോസ്റ്റിൽ പറഞ്ഞില്ലേ, 100 മാർക്ക് വേണ്ടി മകനെ പോലും തള്ളിക്കളഞ്ഞെന്ന്. ഒരു ചോദ്യം ആരിഫ് ഹുസൈനോട് ഞാനൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾ വിശ്വസിച്ചു വരുന്ന ആദർശത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരാൻ താങ്കളുടെ ഉമ്മ പറഞ്ഞെങ്കിൽ താങ്കൾ അത് കേൾക്കുമായിരുന്നോ? പിന്നെയാണോ പരമ്പരകളായി അവർ വിശ്വസിച്ചു വരുന്ന സത്യവിശ്വാസത്തിന്റെ പാതയിൽ അവർ അടിയുറച്ചു നിന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് അവരോട് ഇത്ര പുച്ഛം? ഇതൊന്ന് വിരോധാഭാസമാണ് ആരിഫ് ഹുസൈൻ. ആരിഫെ, തന്റെ ഉമ്മാക്ക് തന്നോട് വെറുപ്പല്ലായിരുന്നോ, സ്നേഹമായിരുന്നു. തനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോടോ. പിന്നെ എന്തിനായിരുന്നു ആ ഉമ്മ തന്നോട് പിണക്കം കാണിച്ചത്? നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ നല്ല തീക്കട്ട ഇങ്ങനെ തിളങ്ങുമ്പോൾ നാം അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഉമ്മമാരെന്തെയും നമ്മളെ തടയും. ആ സമയത്ത് നമ്മൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങും, അപ്പോഴും നമ്മളെ തടയും. ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രമിക്കും, അപ്പോഴും നമ്മളെ തടയും. ഇത് സ്നേഹമുള്ള ഒരു ഉമ്മയുടെ കടമയല്ലേ? തന്റെ മകന്റെ കരച്ചിലിനേക്കാൾ വലുതാണ് തന്റെ മകൻ അതിലേക്ക് തൊടുകയും അവന്റെ കൈ പൊള്ളിയാൽ അവൻ അനുഭവിക്കാൻ പോകുന്ന വേദനയോർത്തുള്ള ഒരു ഉമ്മയുടെ കരുതലാണ്. ചിലപ്പോൾ നമുക്കത് മനസ്സിലാകില്ല. കുറെ കാലങ്ങൾ കഴിഞ്ഞ് നമ്മൾ ആ സ്ഥാനത്ത് വരുമ്പോഴായിരുന്നു എന്തിനായിരുന്നു തന്റെ കരച്ചിൽ വകവെക്കാതെ സ്നേഹനിധിയായ ആ ഉമ്മയത് തടഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ആരിഫെ അങ്ങനെ തന്നെയാണ് ഉമ്മ ചെയ്തിട്ടുള്ളത്. മകൻ ചിലപ്പോൾ പ്രാക്ക് മാറി പോകുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ മകനെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയുടെ വേദനയാണ് തന്നോട് അവർ പ്രകടിപ്പിച്ചത്. ഇതിനൊക്കെ ആണോടോ ഇത്ര വെറുപ്പായിട്ട് താൻ കണ്ടത്? ഈ ഇസ്ലാമിന്റെ വിധി എന്താ ഇവിടെ? മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹമുള്ള മാതൃക ഇവിടെ പഠിപ്പിക്കാം. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അവരുടെ മാതാപിതാക്കൾ മുസ്ലിം ആയിട്ടില്ല. എന്നാൽ ആ മകൻ അവരെ ബഹുമാനിക്കണോ ആദരിക്കണോ വേണ്ടേ? പരിശുദ്ധമായി ഇസ്ലാം പറയുന്നു, കാരുണ്യത്തിന്റെ പ്രവാചകൻ പറയുന്നു, ഇസ്ലാം വിട്ടുവാ എന്നൊരു കാര്യത്തിൽ അനുസരിക്കേണ്ട, ബാക്കി എന്ത് കാര്യം മാതാപിതാക്കൾ പറഞ്ഞാലും നീ അനുസരിക്കൽ നിർബന്ധമാണ്. സാധാരണ മുസ്ലിമായ ഉമ്മാനും ഉപ്പാനും കൊടുക്കേണ്ട എല്ലാ പരിഗണനകളും കടമകളും കടപ്പാടുകളും അവർ രോഗിയായാൽ പരിപാലിക്കണം, ശുശ്രൂഷിക്കണം, അവർക്ക് വേണ്ട ചെലവ് വഹിക്കണം, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കൽ പരിശുദ്ധമായ ഇസ്ലാമിൽ നിർബന്ധമാണ്. നീ മുസ്ലിമായി ജീവിക്കുന്നതോടൊപ്പം തന്നെ അമുസ്ലിങ്ങളായ നിന്റെ മാതാപിതാക്കളെയും ചേർത്ത് പഠിച്ചാൽ മാത്രമേ നീ മുത്തുനബിയുടെ അനുയായി ആവുകയുള്ളൂ. ഇതാണ് ഇസ്ലാം. ഇതല്ലാത്തതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആരിഫ് ഹുസൈന്റെ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം, സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ എങ്ങനെ പറ്റും? ആർക്കായാലും പറ്റുമോ? നമ്മളെ ജനിപ്പിച്ച് നമുക്ക് നമ്മളെ മക്കളെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ കണ്ണിൻ്റെ ഉള്ളിലത്തെ കൃഷ്ണമണി മാതിരിയാണ് എൻ്റെ ഉമ്മ. കാരണം എൻ്റെ ഉമ്മ അത്രയും കഷ്ടപ്പെട്ടിട്ട് എന്നെ വളർത്തി. എൻ്റെ ഉമ്മ എന്നെ കുറേ അടിച്ചിട്ടുണ്ട്. കാരണം അടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല അടിയിട്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ ഉമ്മാടെ നിന്ന്. അത് നമ്മളാ ചെറുപ്പത്തിൽ നമ്മൾ എന്തെങ്കിലും കുസൃതി കാണിച്ചാലോ അതൊക്കെ ആ സ്നേഹം കൊണ്ടുള്ള ഒരു ഇതാണ്. അതിന് സ്വന്തം ഉമ്മ മരിച്ച് കിടക്കുമ്പോൾ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ട് എങ്ങനെ അത് ചെയ്യാൻ പറ്റണം? ആർക്കത് ചെയ്യാൻ പറ്റണം? നമ്മൾ പണ്ട് എനിക്ക് 2 മക്കളാണുള്ളത് കേട്ടോ. തീയൊക്കെ കാണുമ്പോൾ പിള്ളേർ ഇങ്ങനെ എടുത്ത് ചാടാൻ നോക്കും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ തീ കാണുമ്പോൾ എടുത്ത് ചാടാൻ നോക്കും. വെള്ളം കാണുമ്പോൾ വേഗം എടുത്ത് ഇതാക്കും. അപ്പോൾ നമ്മളെ മാതാപിതാക്കൾ നമ്മൾ ഇറക്കി പിടിക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ഇവിടെ ഓടിട്ട വീടായിരിക്കുമ്പോൾ തീ കത്തുമ്പോൾ എൻ്റെ കുട്ടി ഇങ്ങനെ അഴിഞ്ഞ് വരും. അപ്പോൾ തീ കാണുമ്പോൾ പിടിക്കാൻ പോകും. അപ്പോൾ നമ്മളെ മക്കൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് മാറ്റണം ചെയ്യേ. നമ്മളെ മക്കൾ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളത് പറയണം ചെയ്യുക. അതിന് ആ ദേഷ്യം വെച്ചിട്ട് സ്വന്തം ഉമ്മാനോടൊക്കെ ഇമാതിരി പോസ്റ്റൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ, എന്തോ ആവട്ടെ, നിങ്ങളിലുള്ള പ്രശ്നങ്ങൾ എന്തോ ആവട്ടെ, പക്ഷേ ഇങ്ങനത്തെ ഒരു പോസ്റ്റുകൾ ഇടുമ്പോൾ ഉണ്ടല്ലോ, അതെത്രത്തോളം നമ്മൾ ഈ ലോകത്തിലേക്ക് വരാൻ ഉദ്ദേശിച്ചത് നമ്മളെ മാതാവും പിതാവുമാണ്. അവർ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ലോകം കണ്ടിട്ടില്ല. നാളെ നമ്മളെ മക്കളായാലും നമ്മളെ തള്ളിപ്പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദന ഉണ്ടാവുമല്ലോ, അതിനൊക്കില്ല. എന്ത് നമ്മൾ കുറേ കോടികൾ ഉണ്ടാക്കിയിട്ടും
നമ്മളെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു കാലം ഉണ്ടാവുമല്ലോ. ആ ഉമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ഉമ്മ തെറ്റ് ചെയ്താണ് നമ്മളെ ജനിപ്പിച്ചു ഒരു 10 മാസം വയറ്റിലിട്ട് എന്തൊക്കെ കഷ്ടപ്പാടുകളും എന്തൊക്കെ കൊണ്ടിട്ടാണെന്നറിയാം അവർ നമ്മളെ വളർത്തിണ്ടാക്കിയത്. ആ ഉമ്മ മരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ എങ്ങനെ ഏത് മനുഷ്യന്മാർക്ക് അതിന് കഴിയണത്? ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? താൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, അത് നമ്മൾക്കൊരിതില്ല. പക്ഷെ താനായിട്ട് ആ പോസ്റ്റ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി പോയി. എന്തായാലും ഒരു മാതാപിതാക്കളും സഹിക്കാൻ പറ്റാത്ത, കാരണം ഞാൻ 2 കുട്ടികളെ ഉമ്മയാണ്. എനിക്ക് എൻ്റെ ഉമ്മ ഉണ്ട്. എൻ്റെ ഉമ്മ എന്ന് വെച്ചാലിട്ടല്ലോ, എനിക്ക് ഈ ലോകത്തിൽ എനിക്ക് എൻ്റെ മക്കളും കാട്ടി വലുതാരെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റുത്തരമുള്ളൂ എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് എന്തും. ഞാൻ ആദ്യമായിട്ട് കണ്ടു തുറന്നിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ഉമ്മാനാണ്. എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഞങ്ങൾ 3 മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടൊരു ഉമ്മ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉമ്മയാണ്. വേറെ ഉമ്മമാരുണ്ടാവും, പക്ഷേ എൻ്റെ ഉമ്മ എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാനെ 14ാമത്തെ വയസ്സിലാണെന്നുകൊണ്ട് പണ്ട് 14ാമത്തെ വയസ്സിൽ എൻ്റെ ഉമ്മാൻ്റെ കല്യാണം കഴിഞ്ഞു. അന്ന് മുതൽ ഈ ഒരു എനിക്ക് 32ാമത്തെ വയസ്സിലേക്ക് ഞാൻ കിടക്കും. ഈ ഒരു വയസ്സ് വരെ ഞങ്ങൾ മക്കൾ എന്ന് വെച്ചിട്ട് മാത്രം ജീവിക്കുന്ന ഒരു ഉമ്മാണ്. ഉമ്മാൻ്റെ എന്താ പറയുക, എന്തും ഒരു എനിക്കൊക്കെ തോന്നുന്നുണ്ട്. ഉമ്മ പണിക്കൊക്കെ പോയി വരുമ്പോൾ ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള പണിക്കൊക്കെ പോയി വരുമ്പോൾ ഒരു പരിപ്പ് വടൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് 3ആയിട്ട് കൊടുക്കുന്നത്. അന്ന് പണി സ്ഥലത്തുനിന്ന് ചായക്കടി കിട്ടുമ്പോൾ അത് 3ആയിട്ട് കൊടുത്തു തരുന്ന ഒരു ഉമ്മയാണ്. അതേമാതിരി ഒരു ഉമ്മാനാണ് താൻ അവിടെ ഇട്ടിട്ട് പോസ്റ്റ് ഇട്ടിട്ട് ഒരു ഉമ്മ മരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പറയണത്. ഏത് തള്ളാരെ സ്നേഹിക്കണം ഒരു മക്കൾക്കും അത് സഹിക്കാൻ പറ്റില്ല. അത് താൻ എത്ര വലിയ ആളാണെങ്കിലും എന്താണെങ്കിലും സ്വന്തം ഉമ്മാനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ അതിനൊരു മനസ്സെങ്ങനെ വരുന്നത്? സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ കാരണം എൻ്റെ റബ്ബേ, ആ ഒരു വാക്കൊക്കെ ഉണ്ടല്ലോ. എൻ്റെ പൊന്നു മോനെ, ഞങ്ങളൊന്നും ആ ഉമ്മാനെ ഒരിക്കലും പോലും കണ്ടിട്ടില്ല. ആ ഉമ്മാക്ക് സ്വർഗത്തിലായിരിക്കും ആ ഉമ്മ. സത്യം, നിങ്ങളെപ്പോലത്തെ ഒരു മകനൊക്കെ ആ ഉമ്മ ജന്മം. എൻ്റെ റബ്ബേ, എന്തായാലും ആ ഉമ്മ ഞങ്ങൾ കാണാത്തൊരു വ്യക്തിന് ആ ഒരു എന്തോ ആയിക്കോട്ടെ, ആ ഉമ്മാനെ ഇങ്ങനെ മരിച്ച ശേഷം ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നുന്നത്? ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാർ? ഇതൊക്കെ ഒരെ കൊല്ലണേം കാട്ടിയും അതിലും വലിയ തെറ്റാണ് താനിപ്പോൾ ചെയ്തത്. സ്വന്തം ഉമ്മ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും മക്കളെ അവിടെ ഉപേക്ഷിക്കണം, മക്കളെ ഇതാക്കണം. പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ ഉമ്മമാരെ നമ്മളെ ഓരോന്ന് തെറ്റ് കാണുമ്പോൾ അത് തിരുത്തി തരണം. ഒരു ഉമ്മ മരിച്ചു കിടക്കുമ്പോൾ അതെത്ര വലിയ ആരും ആയിക്കോട്ടെ, മരിച്ചു കിടക്കുമ്പോൾ ഇമ്മാതിരിയൊക്കെ പോസ്റ്റ് ഇടാൻ പറ്റുന്നുണ്ടല്ലോ. അതിനൊന്നും തന്നെ കൊണ്ടോടോ അങ്ങനെ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ ഒന്നും പറ്റൂല. കാരണം ഉമ്മ എന്താണെന്നുള്ളത് താൻ ശരിക്കും ആ സ്നേഹം അറിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ താൻ ഒരിക്കലും ആ പോസ്റ്റ് ഇടൂല. ഓക്കെ, ബൈ.